ലോക പരിസ്ഥിതി ദിനാചരണങ്ങളുടെ ഭാഗമായി കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയ്ക്ക് കീഴിലുള്ള വിവിധ സ്കൂളുകളുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ വിതരണവും ദിനാചരണ പരിപാടികളും സംഘടിപ്പിച്ചു. സെന്റ് അഗസ്റ്റിൻസ്, സെന്റ് ജോർജ്, മാലിക് ദിനാർ എന്നീ സ്കൂളുകൾ കൂടാതെ സെന്റ് ജോൺസ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ദിനാചരണങ്ങൾ നടത്തി. ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ഭാഗമായി മാലിക് ദിനാർ പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങുകൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊഹസിന ഷിഹാബ് വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ മൊയ്തു മുഹമ്മദ്, സെക്രട്ടറി CH സിദ്ദിഖ്, പ്രിൻസിപ്പൽ റെജി വി ജോർജ്, വൈസ് പ്രിൻസിപ്പൽ ധന്യ സതീഷ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങുകളുടെ ഭാഗമായി സ്കൂളിൽ അസംബ്ലി വിളിച്ചു ചേർത്ത് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുട്ടികൾ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. തുടർന്ന് പരിസ്ഥിതി ദിന ബോധവൽക്കരണ പോസ്റ്ററുകളും പ്രദർശിപ്പിച്ചു. ഒപ്പം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് കോമ്പറ്റീഷനും സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് പല്ലാരിമംഗലത്ത് പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിൽ സന്ദർശനം നടത്തി. പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു, വൈസ് പ്രസിഡന്റ് മൊഹസിന ഷിഹാബ്, വിവിധ വാർഡ് അംഗങ്ങൾ, അടിവാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എം മാലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ റെജി വി ജോർജ്, പഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു എന്നിവർ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശങ്ങൾ നൽകി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മാവിൻ തൈകൾ വിതരണം ചെയ്തു. ഒപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഇവ നട്ടുപിടിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ ബഡ് സ്കൂളിലെ അന്തേവാസികളുമായി ചേർന്ന് സമയം ചെലവഴിച്ചു. പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് കരുതലിന്റെയും സഹവർത്തിത്വത്തിന്റെയും മൂല്യങ്ങൾ പകർന്നു നൽകിയ സന്ദർശനം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് ലഭിച്ച വ്യത്യസ്തവും ഹൃദയസ്പർശിയുമായ ഒരു അനുഭവമായി മാറി. കവളങ്ങാട് സെന്റ് ജോൺസ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെന്റ് ജോൺസ് LP സ്കൂളുമായി സഹകരിച്ച് നാടിന് ഒരു പച്ചപ്പ് ആഹ്വാനം ചെയ്ത് ലോക പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളായ അരുൺ, ഹെൽന, ബിനു എന്നിവർ ചേർന്ന് സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷത്തൈ നട്ടു. തുടർന്ന് പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്ന കവിതയും ചൊല്ലി. പരിസ്ഥിതിയുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും നല്ല വായു ശ്വസിക്കുവാനും ആരോഗ്യ സംരക്ഷണത്തിനും ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം പച്ചപ്പ് ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഒരു മരം വെട്ടിമാറ്റപ്പെടുമ്പോൾ മറ്റൊരു മരം തലസ്ഥാനത്ത് നട്ടുപിടിപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് ജോയ് പോൾ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ലാലു MD അധ്യക്ഷത വഹിച്ചു. സത്താർ മലേക്കുടി, സിബി NM, രാജൻ ER, അനു ചാക്കോ, ജുബാന ജസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി സിജു KA സ്വാഗതം ആശംസിച്ചു. പ്രധാനാധ്യാപിക ഷിനി ഐസക് കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് മധുരപലഹാര വിതരണവും നടത്തി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ് സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈ നട്ടുകൊണ്ട് NSS പ്രോഗ്രാം ഓഫീസർ ജോർജ് ബിനു ചാക്കോ, സ്കൗട്ട് മാസ്റ്റർ ടോണി തോമസ് എന്നിവർ ചേർന്ന് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ജെയിൻ ജോസ് വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഗൈഡ് ക്യാപ്റ്റൻ ബെറ്റ്സി G അറക്കൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷം കൃഷിവകുപ്പിലെ കോതമംഗലം അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് എങ്ങനെ ഭൂമി ലഭിച്ചോ, എങ്ങനെ നമ്മൾ ഭൂമിയെ ജീവിച്ചോ, അതിലും മനോഹരമാക്കി അടുത്ത തലമുറയ്ക്ക് നമ്മുടെ ഭൂമിയെ കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിൽ നിന്ന് കടന്നു പോകാൻ. കുട്ടികൾ ഒരുക്കിയ ഭൂമിക്ക് ഒരു സ്നേഹ ലേഖനം എന്ന പ്രവർത്തനത്തിന്റെ പ്രകാശനവും അസിസ്റ്റന്റ് ഡയറക്ടർ നിർവഹിച്ചു. കോതമംഗലം കൃഷി ഓഫീസർ വിനോദ് PT സ്കൂൾ കോമ്പൗണ്ടിൽ ഫലവൃക്ഷ തൈകളുടെ നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റിനി മരിയ, PTA വൈസ് പ്രസിഡന്റ് സോണി മാത്യു പാമ്പക്കൽ, വിദ്യാർത്ഥി പ്രതിനിധി ഗൗരി V നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ കൊയർ അവതരിപ്പിച്ച പരിസ്ഥിതി ഗാനവും വിവിധ പരിസ്ഥിതി ദിന പരിപാടികളും ഇതോടൊപ്പം നടത്തപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.